ഏവർക്കും സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ എനിക്ക് ലഭിച്ച ഒരു പ്രതികരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നാം ഇപ്പോൾ ആയിരിക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തക്കവണ്ണം ഈ പ്രതികരണം സഹായിക്കുമെന്നതുകൊണ്ട് അതിനെ ആസ്പദമാക്കി ചില ലളിത ചിന്തകൾ ഹ്രസ്വമായി പങ്കിടുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഇത് ഈ പ്രതികരണം നടത്തിയ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി വ്യക്തമല്ല. അത് NUSMA എന്ന് മാത്രമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ പ്രതികരിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് വെളിപ്പെടുത്താറില്ല. കാരണം അവർക്കറിയാൻ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. എന്നാൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ചില ഇടങ്ങളിൽ നിന്ന് അവർക്ക് കയ്യടിയും, ചിലപ്പോൾ കയ്യടിക്ക് മുൻപോട്ട് പോയി ചില ആനുകൂല്യങ്ങളും ചില അംഗീകാരങ്ങളും പ്രാപിപ്പാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇപ്രകാരമുള്ള പ്രതികരണങ്ങൾ അവരുടേതായ നിക്ഷേപങ്ങളാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും നമുക്ക് ഈ നല്ല സുഹൃത്തിൻ്റെ വാക്കുകൾ ഒന്ന് പരിചയപ്പെട്ടിട്ട് അത് നമ്മെ വിളിച്ചറിയിക്കുന്ന ഇപ്പോൾ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്ത് എന്ന് ഒരുമിച്ച് അന്വേഷിക്കാം. അദ്ദേഹം പറയുന്നത്, ലോകം മുഴുവൻ കത്തോലിക്ക സഭയിലേക്ക് വരികയാണ്. കത്തോലിക്ക സഭയെ ഞാൻ ഹാർദവമായി അനുമോദിക്കുന്നു. ഈ അവകാശവാദം ശരിയാണ് എങ്കിൽ അതിൽ വളരെയധികം സന്തോഷിക്കുവാൻ വകയുണ്ട്. പക്ഷേ ഞാൻ അറിയുന്ന കത്തോലിക്ക സഭയിൽ ഇന്ന് പ്രത്യാശയേക്കാൾ കൂടുതൽ അങ്കലാപ്പാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്ററായ സജിത് ജോസഫിനെ കടമെടുത്തുകൊണ്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജ അഭ്യാസങ്ങൾ. കത്തോലിക്ക സഭയിലേക്ക് ലോകമെല്ലാം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചീപ്പ് പരിപാടിക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, പോട്ട പോലെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയത് കത്തോലിക്ക സഭയിൽ നിന്ന് അനേകം ആളുകൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിനെ ഒന്ന് തടയിടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭം. അതുപോലെ തന്നെ ആലപ്പുഴ സ്ഥിതി ചെയ്യുന്ന കൃപാസനം പോലെയുള്ള പരിപാടികൾ കത്തോലിക്ക സഭയിലാകമാനം ഒരു കരിസ്മാറ്റിക് മൂവ്മെൻ്റ്. ഒരു കാലത്ത് കത്തോലിക്കർക്ക് കരിസ്മാറ്റിക് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ശബ്ദിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു കാലഘട്ടമൊക്കെ മറന്നിട്ട് ഇപ്പോൾ പെന്തക്കോസ്തുകാരെ അനുകരിക്കത്തക്കവണ്ണം കത്തോലിക്ക സഭയ്ക്ക് ഒരു അങ്കലാപ്പുണ്ടായെങ്കിൽ, അത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, ഈ സഹോദരൻ ഇവിടെ ഉന്നയിക്കുന്ന അവകാശവാദം എത്രമാത്രം അർത്ഥവത്താണ് എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ലോകം മുഴുവനും, ഇപ്പോൾ ലോകത്തിൽ ഇന്ന് കത്തോലിക്കരല്ലാതെ വേറെ ആരുമില്ല, ലോകം മുഴുവൻ കത്തോലിക്ക സഭയിലേക്ക് വരികയാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായത് എങ്ങനെയാണ്? ഒരു കത്തോലിക്ക ചാനൽ അത് പറഞ്ഞ കാര്യം അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി. ലോകം മുഴുവൻ കത്തോലിക്ക സഭയിലേക്ക് വരികയാണ്. അദ്ദേഹം പറയുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്മിങ് ഹോം കാത്തലിക് ചാനൽ കണ്ടാൽ മതി. അങ്ങനെ ഒരു കാത്തലിക് ചാനലുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ ഇതാണ് ആത്യന്തികമായ സത്യം നിങ്ങൾക്ക് ബോധ്യമാകും. കാരണം ബാക്കി എല്ലാവരും സ്വയം ബൈബിളിൽ വിവേചനം ചെയ്ത് ചിതറുകയാണ്. ബാക്കിയുള്ള എല്ലാ സഭകൾക്കും ഉള്ളൊരു ശാപം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും വേദപുസ്തകം അവരുടെ സൗകര്യമനുസരിച്ച്, അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് വിവക്ഷിക്കുകയാണ്. അത് ഇദ്ദേഹം പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെങ്കിലും ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ അനൈക്യമുണ്ടാക്കുവാൻ ഉപയോഗിച്ച ഉപകരണങ്ങളിലൊന്ന് വേദപുസ്തകമാണ്. വേദപുസ്തകത്തെ വളരെ ഹീനമായി ഉപയോഗിക്കുവാനും ദുരുപയോഗം ചെയ്യുവാനും സാധ്യമാണ്. അത് സ്ഥാപിത താല്പര്യങ്ങളുടെ കരുവായി അധപ്പതിച്ച അനേക സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് വേദപുസ്തകവുമായി ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തെപ്പറ്റി വിദൂര ബോധമുള്ള എല്ലാവരും സമ്മതിക്കും, ദീർഘകാലം നൂറ്റാണ്ടുകളായി വിശ്വാസികൾക്ക് വേദപുസ്തകം ദൂരെ നിന്ന് കാണാൻ പോലും അവകാശം കൊടുക്കാത്തൊരു സഭയായിരുന്നു ഇത്. അതിനെതിരെയാണ് മാർട്ടിൻ ലൂതർ ശബ്ദമുയർത്തിയത്. വേദപുസ്തകം സ്വന്തം ഭാഷയിലേക്ക് പരിഭാഷ ചെയ്യുന്ന ആളുകളെ കൊന്നൊടുക്കുക ഒരു പ്രത്യേകമായ പരിപാടിയായിരുന്നു. അപ്പോൾ കത്തോലിക്ക സഭയിലുള്ള ആൾക്ക് മാത്രമേ
വേദപുസ്തകം വേണ്ടതുപോലെ അറിയാവൂ, വേദപുസ്തകത്തോട് പ്രേമമുള്ളൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം കത്തോലിക്ക സഭയെ ഏത് വിധത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ പിന്നെ പറയുന്നത്, ചിലർ തമ്പു, മനോജ് തുടങ്ങിയവർ സ്പിരിച്വൽ എന്നൊക്കെയോ പ്രഹേളിക എന്ന രീതിയിൽ അവതരിപ്പിച്ച് വ്യത്യസ്തരാകുകയാണ്. അപ്പോൾ അതിനകത്ത് എന്നെപ്പറ്റി ഒരു പരാമർശമുണ്ട്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പിരിച്വലായിട്ട് വേദപുസ്തകത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അത് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് സ്വീകാര്യമാകരുത്. കത്തോലിക്ക സഭ പറയുന്നത് മാത്രമാണ് സത്യം. ഇങ്ങനെ ഇദ്ദേഹം പറയുന്നതിനകത്തൊരു കാരണമുണ്ട്. കത്തോലിക്ക സഭ എക്കാലത്തും ഇക്കാലത്തും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വേദപുസ്തകം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ആകെ അവകാശമുള്ളത് സഭയ്ക്ക് മാത്രമാണ്. സഭ എന്ന് പറഞ്ഞാൽ പുരോഹിത മേൽക്കോയ്മയാണ്. ഈ ലോഹയിട്ടവർക്ക് മാത്രമേ, മറ്റവർക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഒന്നും മനസ്സിലാകത്തില്ല. ലോഹയിട്ടെങ്കിൽ മാത്രമേ, തുണി ശരീരത്തിലുണ്ടെങ്കിൽ ഇത് മനസ്സിലാകും. തലച്ചോറ് വേണ്ട, തുണി മതി. വേദപുസ്തകം മനസ്സിലാക്കാൻ തലച്ചോറ് ഒരു ലയബിലിറ്റിയാണ്, ഒരു വിലങ്ങുതടിയാണ്. തുണിയാണെങ്കിൽ അത് കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിവക്ഷ. പോട്ടെ. അപ്പോൾ അവർ വ്യത്യസ്തരാകുന്നു. അപ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എല്ലാവരും ഒരേ അച്ചിൽ നിന്ന് വന്നതുപോലെ ഒരുപോലെ കുരിശ് വരയ്ക്കണം, ഒരുപോലെ ഓസ്തി വിഴുങ്ങണം, ഒരുപോലെ ഹല്ലേലൂയല്ല ആമീൻ പറയണം. അവർ ഹല്ലേലൂയ പറയാറില്ല. എന്നാൽ കത്തോലിക്ക സഭ ഇന്ന് മറ്റുള്ള സഭകളെ അനുകരിക്കുകയാണ്. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ ഏത് കത്തോലിക്ക സഭയിൽ പോയാലും ഒരു കൊയർ കാണും. നല്ലതായിട്ട് പാട്ട് പാടുന്ന, മനോഹരമായ പാട്ട് പാടുന്ന, വാദ്യമേളങ്ങളൊക്കെ വെച്ച്. അത് ഒരു കാലത്ത് കത്തോലിക്ക സഭയിൽ ഇല്ലായിരുന്നു. ഒരു കാലത്ത് കത്തോലിക്ക സഭയിൽ ഇപ്പം മലയാളത്തിൽ തന്നെ ആരാധന നടത്തുന്നത് അരോചകമായിരുന്നു. കത്തോലിക്ക സഭ എത്രയോ മാറ്റങ്ങൾ സ്വീകരിച്ച സഭയാണ്. നല്ലതാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഇന്നും അല്പം ജീവനോട് നിൽക്കുന്നത് എന്നീ സഹോദരൻ അറിഞ്ഞുകൂടാ എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത അദ്ദേഹം പറയുന്നത്, തിരുവോസ്തി കഴിക്കാതെ ആത്മാവിന് ഭക്ഷണമില്ല. അപ്പൊ ഇവിടെ ഈ തിരുവോസ്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു ഒരു അപ്പം എടുത്ത് നുറുക്കി വാഴ്ത്തി അവർക്ക് കൊടുത്തു പറഞ്ഞു, എൻ്റെ ശരീരം. അപ്പോൾ തിരുവോസ്തി എന്ന് പറയുന്നത് ഇവരുടെ ഈ കത്തോലിക്കരുടെ പഠിപ്പിക്കലനുസരിച്ച് പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ കോൺവെൻറ്റുകളിൽ കന്യാസികൾ ഉണ്ടാക്കുന്ന ആ ഉണങ്ങിയ അപ്പം, അതിനാണ്ട് വലിയ പ്രത്യേകതയുണ്ട്. അത് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി പോലല്ല. അത് കോൺവെൻറ്റുകളിൽ കന്യാസ്ത്രീകൾ, അതായത് ക്രിസ്തുവിൻ്റെ മണവാട്ടികൾ എന്ന് പറഞ്ഞൊക്കെ വെച്ചിരിക്കുന്ന ആളുകൾ ഇങ്ങനെ പ്രത്യേക വിധത്തിൽ പപ്പടം പോലെ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് യേശുവിൻ്റെ ശരീരമായി. പിന്നെ അതിൻ്റെ പുറത്ത് അച്ഛൻ കുപ്പായമിട്ട് ചില കാര്യങ്ങൾ ഓതിയാൽ അത് യേശുവിൻ്റെ ശരീരമായി, മാംസമായി എന്നൊക്കെ അർത്ഥശൂന്യമായി പഠിപ്പിക്കുന്ന ഒരു സഭയുടെ താരിപ്പിൽപ്പെട്ട് കണ്ണടഞ്ഞു പോയ ഒരു വ്യക്തിയിൽ നിന്ന് ഇത് മാത്രമല്ല നാം എന്താ പ്രതീക്ഷിക്കാനാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയിൽ സക്രമെൻ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ മഹാബലി ദിവ്യബലി എന്താണ്, അല്ലെങ്കിൽ കുർബാന എന്താണ് എന്നതിനെപ്പറ്റി 3 വീഡിയോകൾ ഞാൻ ചെയ്യുവാനിടയായത്. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 12-ാം തീയതി അതിനോട് തുടർച്ചയായ ഒരു വിഷയമാണ് ഞായറാഴ്ചത്തെ ധ്യാന വിഷയമായി ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ദയവായി അതും ശ്രദ്ധയോടെ കാണുകയും ഇപ്രകാരമുള്ള പ്രതികരണങ്ങളോടുള്ള ബന്ധത്തിൽ അതിൻ്റെ സാരാംശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുള്ളൂ. അപ്പൊ തിരുവോസ്തി കഴിക്കാതെ ആത്മാവിന് ഭക്ഷണമില്ല. എന്താണ് ആത്മാവിൻ്റെ ഭക്ഷണം? യേശു പറഞ്ഞു ദൈവഹിതം ഈ ലോകത്തിൽ നിർവഹിക്കുന്നതാണ് എൻ്റെ ഭക്ഷണവും പാനീയവും. എന്നാൽ കത്തോലിക്കരങ്ങനല്ല പഠിപ്പിക്കുന്നത്. അവർ തരുന്ന തിരുവോസ്തി നിങ്ങൾ വാ വിളിച്ചു പിഴുങ്ങുക. നിങ്ങൾ ദൈവഹിതം നിങ്ങളുടെ ആത്മാവിന് ഭക്ഷണമായി തീരും. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അസംബന്ധം. അപ്പവും വീഞ്ഞും കഴിച്ചാൽ അതൊരു പുരോഹിതൻ്റെ കൈകൊണ്ട് നിങ്ങളുടെ വാരോട്ട് ഇട്ടു തരുന്നു എന്നതുകൊണ്ട് അതൊന്നും ആകുന്നില്ല. നിങ്ങൾ 50 വർഷം ഇത് കഴിച്ചവരല്ലേ, 40 വർഷം 30 വർഷം കഴിച്ചവരല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അത് അടുത്ത ദിവസം പോകേണ്ടടുത്ത് പോകുകയല്ലേ ചെയ്യുന്നത്. ഈ തിരുവോസ്തി കഴിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്.
അപ്പം എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പ്രസ്താവിക്കത്തില്ലായിരുന്നു, ഇങ്ങനെ പ്രതികരിക്കത്തില്ലായിരുന്നു. അത് മറ്റൊരു കാര്യം. അപ്പോൾ തിരുവോസ്തി കഴിക്കാതെ ആത്മാവിന് ഭക്ഷണം ഈ മതമേഖലയിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഇട്ടിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പട്ടണത്തിൻ്റെ മൂലകളിലൊക്കെ മാലിന്യം ഇടുന്നത് പോലെ നമുക്ക് വിവേചനമില്ലാതെ തിരിച്ചറിയാത്ത കാലത്ത് ഇങ്ങനെയുള്ള ചില ഉച്ഛിഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആജീവനാന്തം പിന്നെ അത് മാത്രം അള്ളിപ്പിടിച്ചുകൊണ്ട് ബൗദ്ധികമായ ഒരു അടിമകൾ എന്ന പോലെയാണ് ക്രിസ്ത്യാനികൾ നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ നെഞ്ചു പൊടിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഈ കാലത്ത് തത്രപ്പെടുന്നത്. അപ്പോൾ തിരുവോസ്തി കഴിക്കാതെ ആത്മാവിന് ഭക്ഷണം ഇദ്ദേഹത്തോട് ആര് പറഞ്ഞു? പുരോഹിതന്മാർ പറഞ്ഞു. അവർക്ക് ഇതെങ്ങനെ പിടികിട്ടി? അവര് ഒരു മൂലയ്ക്കിരുന്ന് നമ്മുടെ സൗകര്യത്തിന് ഉണ്ടാക്കിയതാണ്. യേശു എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞോ ഈ തിരുവോസ്തി കഴിക്കുക? നിങ്ങൾക്ക് 4 സുവിശേഷങ്ങൾ പരിചയമുണ്ടല്ലോ, ഞാൻ വെല്ലുവിളിക്കുക. അതിൻ്റെ എവിടെയെങ്കിലും പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ, അവിടെയാണ് ഈ ഹോളി കമ്മ്യൂണിനെ പറ്റി ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു വാക്ക് കാണിക്കാം? അപ്പോൾ വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കത്തോലിക്ക പുരോഹിതർ എക്കാലത്തും അവരുടെ സൗകര്യമനുസരിച്ച് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അവർ ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അതുപോലെ വിഴുങ്ങി അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തിരുവോസ്തി കഴിക്കാതെ ആത്മാവിന് ഭക്ഷണമില്ല. കർത്താവ് കത്തോലിക്ക സഭ മാത്രമാണ് സ്ഥാപിച്ചത്. ഇത് നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾ ചിരിക്കുമോ കരയുമോ? നിങ്ങളൊന്ന് ആലോചിക്കും. കർത്താവ് സ്ഥാപിച്ച സഭ ഏതാണ്? അത് യേശു പറഞ്ഞിട്ടുണ്ട്, 2 or 3 പേർ എവിടെ കൂട്ടിയാലും അത് എൻ്റെ നാമത്തിലാണെങ്കിൽ അവിടെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് സഭ. ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ മതപരമായ ഒരു ആവിഷ്കാരമാണ്. ഇറ്റ്സ് എ റിലിജിയസ് വേർഷൻ ഓഫ് ദ റോമൻ എംപയർ. അതിന് യേശുവുമായ യാതൊരു ബന്ധമല്ല. ഇപ്പം റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായത്? അതൊരു പൊളിറ്റിക്കൽ സ്റ്റെപ്പായിരുന്നു. അദ്ദേഹം യുദ്ധത്തിൽ തോക്കും ജയിക്കും എന്ന വിധത്തിൽ പരിപരിച്ച് ഇങ്ങനെ നിന്നപ്പോൾ ജയിക്കാൻ വളരെ താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അതായത് കുരിശിന്റെ അടയാളം ഉണ്ടെങ്കിൽ ജയിക്കും. അപ്പം യുദ്ധം ജയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആയുധമാണ് കുരിശ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ കുരിശ് എക്കാലത്തും ഒരു ആയുധമായിരുന്നു. കുരിശ് യുദ്ധം അത് കത്തോലിക്കന്റെ മനസ്സിലുണ്ടാകുന്ന പരിപാടിയാണ് ഈ കുരിശ് യുദ്ധം എന്നൊക്കെ പറയുന്നത്. കുരിശ് യുദ്ധത്തിനുള്ളതല്ല. യേശു പറഞ്ഞ വാൾ ഉറയിലിടുവീൻ, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. ആ ക്രിസ്തുവിന്റെ പേരിൽ ആ ക്രിസ്തുവിന്റെ കുരിശിനെ വാളാക്കി മാറ്റാൻ സങ്കടമെന്ന് പറയട്ടെ കത്തോലിക്കനെ കഴിയത്തില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ചരിത്ര സത്യം ഒന്ന് രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇത് കത്തോലിക്കര് മാത്രമല്ല, സൗകര്യമുള്ളപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും ചെയ്തിട്ടുണ്ട്. അത് വചനം എന്താണെന്നോ യേശുവിൻ്റെ വ്യക്തിത്വം എന്താണെന്നോ ആത്മീയതയുടെ ബാലപാഠങ്ങൾ എന്താണെന്നോ അറിയാത്ത ആളുകൾ കാലാകാലങ്ങളിൽ കാട്ടിയിട്ടുള്ള കോലാഹലങ്ങൾ വളരെ അധികമാണ്. അതിൻ്റെ നാണക്കേട് വഹിച്ചുകൊണ്ടാണ് ഇന്ന് നാം ഈ ലോകത്ത് ജീവിക്കേണ്ടത്. റോമൻ ഗോവ ഇൻക്വിസിഷൻ പോലും നടന്നു എന്ന് നമുക്കറിയാം. കയ്യിൽ ബലമുള്ളപ്പോൾ ക്രിസ്ത്യാനിയുടെയും സമനില തെറ്റ്, അവനും വേണ്ടത്ര അക്രമം ചെയ്യും എന്നത് ചരിത്രത്തിൽ നമ്മെ ഓർപ്പിക്കുന്ന കാര്യമാണ്. പോട്ടെ, ഞാൻ വലിയൊരു വിഷയമാണ്, ഞാൻ അത് വിടുകയാണ്. അപ്പോൾ കത്തോലിക്ക സഭ മാത്രമാണ് കർത്താവ് സൃഷ്ടിച്ചത്. അപ്പോൾ ബാക്കിയുള്ളതൊന്നും സഭയല്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഇതൊന്നും സഭയല്ല. യേശു വിഭാവന ചെയ്ത യേശുവിൻ്റെ ശരീരമാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ മണവാട്ടിയാണ് എന്ന വിധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സഭയും ഈ ഭൂമിയുടെ പരപ്പിലില്ല. യേശുവിൻ്റെ ശരീരമാണ് സഭയെങ്കിൽ ഒറ്റ സഭയെ സാധ്യമാകുകയുള്ളൂ. കുറഞ്ഞ പക്ഷം ഈ സഭകളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് ഒരേ ആത്മാവിൽ പ്രവർത്തിക്കുന്ന യേശു എന്ന തലയുടെ അച്ചടക്കത്തിൻ്റെ കീഴിൽ സ്വാഭാവികമായി ജൈവികമായി പ്രവർത്തിക്കുന്ന ഒരു മനോഭാവത്തിൽ കൂടെ മാത്രമേ കത്തോലിക്ക സഭയും മറ്റെല്ലാ സഭകളും യേശുവിൻ്റെ ശരീരമായി തീരുക. ഇപ്പം കാലൊരു വഴിക്ക്, കൈയൊരു വഴിക്ക്, കണ്ണൊരു വഴിക്ക്, കാലൊരു വഴിക്ക്, വായൊരു വഴിക്ക്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് യേശുവിൻ്റെ ശരീരമാണെന്ന് പറയുന്ന യേശുവിനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ. പക്ഷെ അത് ബോധമില്ലാത്തവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്. ഇപ്പോൾ സക്രമന്ത് കരുത്തില്ലാതെ സാത്താനെ ഏറിടുന്ന അപകടം. ഇദ്ദേഹം ഏത് വിധത്തിലാണ് സാത്താനെ എതിരിട്ടത്, സാത്താനെ എതിരിടുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. സാത്താൻ എന്ന് പറയുന്ന തത്വത്തിൻ്റെ അർത്ഥം എന്താണ്? സാത്താനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാൻ ഉദാഹരണം നിങ്ങളോട് പറയാം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷ, 3 പരീക്ഷയിലകപ്പെട്ടു.
അങ്ങനെ പരീക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത് എന്ന സുവിശേഷങ്ങൾ, ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ള സുവിശേഷങ്ങൾ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതില്ല നമുക്കറിയാം, അവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ. അപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനെ സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് അവിടെ കൊണ്ടാക്കി. അപ്പോൾ വാസ്തവത്തിൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആത്മീകമാക്കുന്നതിൻ്റെ ആധികാരികത, അത് ഉറപ്പുവരുത്തുന്നതിൽ സാത്താന് ഒരു പങ്ക് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്, അത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അത് ഞാൻ വിശദീകരിക്കാൻ പോയ സമയം വൈകും. നിങ്ങൾ യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൗൺസിലിൽ സാത്താൻ കടന്നു വരികയാണ്. നിർവിഘ്നം സാത്താന് കടന്നു വരുവാനുള്ള അവകാശം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്ന അത്ഭുതകരമായ ആത്മീകമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ അന്വേഷണത്തിൽ ഞാൻ വിട്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മഹനീയമായ എഴുത്ത് കുറച്ചുകൂടി നമുക്ക് മുൻപോട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. അപ്പോൾ സക്രമന്ത കരുത്തില്ല സാത്താനെ എതിരിടുന്ന അപകടം. ഏത് വിധത്തിലാണ് ഇദ്ദേഹം സാത്താനെ എതിരിട്ടുകൊണ്ടിരിക്കുന്നത്? കത്തോലിക്ക സാത്താനെ എതിരിട്ടുകൊണ്ടിരിക്കുന്നത് അല്ല, കത്തോലിക്ക സഭയുടെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നതൊക്കെ ചരിത്രപരമായി നാം അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞാൻ കൂടുതലായി അവിടെ നിങ്ങളുടെ സമയം എടുക്കുന്നില്ല. അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല. എന്നാൽ ഇദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തൊരു കാര്യം, ഇപ്പോഴത്തെ സഭയുടെ തലവനായ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായി 2 വർഷത്തിന് മുമ്പ് പറഞ്ഞത് സഭയ്ക്ക് വെളിയിലും രക്ഷയുണ്ട്. സഭയല്ല മനുഷ്യന്റെ രക്ഷയുടെ നിദാനം, അത് യേശു മാത്രമാണ്. യേശുവിനെ ഒരു സഭയുടെ ചട്ടക്കൂടിനുള്ളിലും ഒതുക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്പം വിവരമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്, വ്യക്തമാക്കിയ കാര്യം എന്താണ്? ദീർഘനാളുകളായി ഏതാണ്ട് 15-16 നൂറ്റാണ്ടുകളിലോളം കത്തോലിക്ക സഭ ലോകത്തെമ്പാടും പറഞ്ഞു നടന്ന ശുദ്ധ പൊട്ടത്തരം ഈ ഇപ്പോഴുള്ള മാർപ്പാപ്പയ്ക്ക് അല്പം ബോധമുള്ളത് കൊണ്ട്, ആത്മീയമായ വെളിച്ചമുള്ളത്, അദ്ദേഹം പറഞ്ഞതെല്ലാം തെറ്റാണ്. സഭയിൽ കൂടെ മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് കത്തോലിക്ക സഭ നാളുകൾ പറഞ്ഞൊക്കെ തെറ്റാണ്. സഭയ്ക്ക് പുറത്തും ഈ മനുഷ്യന്റെ രക്ഷയുടെ സാധ്യതയുണ്ട് എന്ന് മാർപ്പാപ്പ പറഞ്ഞ ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഇദ്ദേഹം കത്തോലിക്ക സഭയോടുള്ള ഈ എരിവിൽ മാർപ്പാപ്പ പറഞ്ഞ കാര്യം പോലും അറിയാൻ വയ്യാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല, സഭയ്ക്ക് ഉള്ളിൽ തന്നെയാണ് രക്ഷ. അപ്പം കത്തോലിക്ക സഭയും മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം അത് ഇദ്ദേഹത്തിന് അറിയാൻ വയ്യ എന്ന് സൂചിപ്പിക്കുകയാണ്. കത്തോലിക്ക സഭയിൽ കൂടെ മാത്രമേ ക്രിസ്തുവിൽ വരാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ, പ്രൊട്ടസ്റ്റന്റ് സഭകൾ നിങ്ങൾ ക്രിസ്തുവിൽ കൂടെ മാത്രമേ സഭയിൽ വരാവൂ എന്ന് പഠിപ്പിക്കുന്നു. ഇത് പ്രൊട്ടസ്റ്റന്റ് സഭയിലുള്ള ആൾക്ക് പറഞ്ഞുകൂടാ. ഇപ്പം സീസക്കാരോടും മക്രമക്കാരോടും ഒക്കെ ചോദിച്ചാൽ അവർ പറയില്ല. നിങ്ങൾ ആരോടും ചോദിച്ചു നോക്കൂ, അവർക്കാർക്ക് ഇത് അറിയില്ല. കത്തോലിക്ക സഭ പഠിപ്പിച്ചത് സഭയിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്തുവിലേക്ക് വരാൻ സാധ്യമാകുകയുള്ളൂ. മറ്റുള്ള സഭകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ മറന്നുപോയിരിക്കുന്നത്, ക്രിസ്തുവിൽ കൂടെ മാത്രമേ നിങ്ങൾ സഭയിൽ വരാവൂ. ഇപ്പോൾ കത്തോലിക്ക സഭയിലാണെങ്കിലും ഏത് സഭയിലാണെങ്കിലും ഒരു കുഞ്ഞിനെ മാമോദീസ നടത്തുന്നതിൻ്റെ അർത്ഥം എന്താണ്? നീ ലോകത്തിനെ സംബന്ധിച്ച് മരിച്ച്, യു ആർ ഡൈയിങ് ടു ദ വേൾഡ്, നിങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നു. അതിൻ്റെ നാന്ദിയായിട്ടാണ് ഈ സ്നാനം നടത്തുന്നത്. അത് കത്തോലിക്ക കുഞ്ഞുങ്ങളെ സ്നാനം നടത്തുന്നുണ്ടോ ഇല്ലേ? അപ്പോൾ നീ ക്രിസ്തുവിൽ ഈ ലോകത്തോട് മരിച്ചെങ്കിൽ മാത്രമേ സഭയുടെ അംഗമായി തീരാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഒറ്റ അറിവിലാണ്, ധാരണയിലാണ് ഈ കത്തോലിക്ക സഭയിലെ കുഞ്ഞുങ്ങളെ, കത്തോലിക്ക സ്ത്രീകൾ പെറ്റിടുന്ന കുഞ്ഞുങ്ങളെ കത്തോലിക്കരാക്കുന്നത് എന്നതെങ്കിലും ഇദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ, ഇദ്ദേഹം കാതു കൊടുക്കുന്ന കത്തോലിക്ക അച്ഛന്മാർ ഇദ്ദേഹത്തിന് ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്ന ഈ വർഗീയ മാലിന്യം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേനെ. പക്ഷെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയില്ല. കാരണം ചിന്തിക്കുന്നത് പാപമാണെന്ന് ചെറുപ്പം മുതലേ വ്യക്തികളെ പഠിപ്പിച്ചാൽ അവരെന്ത് ചെയ്യും? പാപം ആളുകൾ. അപ്പോൾ സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല. സഭയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. പിന്നെ അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് ശുദ്ധീകരണ സ്ഥലം ചാടിക്കിടക്കുക അത് വിശുദ്ധമാണ്. ഈ ശുദ്ധീകരണ സ്ഥലം എന്നത് ഈ പാവം കത്തോലിക്കൻ അറിഞ്ഞുകൂടാ. ഇത് സഭയ്ക്ക് പണമുണ്ടാക്കുന്നതിന് വേണ്ടി കത്തോലിക്ക സഭ കണ്ടുപിടിച്ച നട്ടാൽ കുരുക്കാത്ത നുണയാണ്.
ഈ ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പർഗേറ്ററിയെ പറ്റി വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളിൽ ഒരു അക്ഷരം പോലും പ്രതിപാദിക്കുന്നില്ല. അത് നല്ല ബിസിനസ് സെൽസ് ഉള്ള കത്തോലിക്ക സഭ, പണമുണ്ടാക്കാൻ ലോകത്തിൽ ഏറ്റവും സമർത്ഥമായി പ്രവർത്തിച്ച സഭയാണ് കത്തോലിക്ക സഭ. അങ്ങനെ പണക്കൊതി കൊണ്ട് പടച്ചുണ്ടാക്കിയ ഒരു വലിയ കള്ളമാണ് ഈ വിശുദ്ധീകരണ സ്ഥലം എന്നുള്ളത്. അപ്പം അവിടെ ദീർഘനാൾ കടന്ന് പൊരിഞ്ഞു പോകാതിരിക്കുക, മാർപ്പാപ്പയുടെ എഴുത്തും കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന കത്തോലിക്കൻ്റെ മൂള അവൻ്റെ ഈ ഭാഗത്ത് ആരാണ് പാർക്കുന്ന ആളാരാണ്, വല്ല ആൾപ്പാർക്കുമുള്ള സ്ഥലമാണോ ഇത് എന്ന് ചോദിക്കേണ്ടി വരും. അതിനെ ആസ്പദമാക്കി പിന്നുണ്ടാക്കിയിട്ടുള്ള കള്ളങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതുകൊണ്ട് കത്തോലിക്ക സഭ കൊയ്തെടുത്ത ശതകോടി, നമുക്കറിയാം. അഭയ കേസ് വന്നപ്പോൾ പോലും ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആസ്പദമാക്കിയാണ് പച്ചക്കള്ളം പറഞ്ഞത്. നായിക്കമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞു, അദ്ദേഹത്തിന് ആരോ പറഞ്ഞു കൊടുത്തു, ഒരു നേഴ്സിന്, ലണ്ടനിൽ പഠിക്കുന്ന നേഴ്സിന് ഒരു ദർശനം ഉണ്ടായി. എന്താണ്? അതായത് നായിക്കപ്പറമ്പിനല്ല, അങ്ങ് ദൂരെയുള്ള നേഴ്സിനൊരു ദർശനം ഉണ്ടായി. എന്താണ്? അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് വിഷമിച്ചുകൊണ്ടിരുന്ന അഭയയുടെ ആത്മാവ് ഇറങ്ങി വന്ന് അവരോട് പറഞ്ഞു, എന്നെ ആരും കൊന്നതുമല്ല, ഞാൻ ആത്മഹത്യ ചെയ്തതുമല്ല, പിന്നെയോ അങ്ങനെ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരുത്തൻ നിൽക്കുന്നത് കണ്ട് ഞാൻ ആകപ്പാടെ ഭൂതി ഇളകി ഓടിയപ്പോൾ രക്ഷ വീട് ചത്തതാണ്. അപ്പം അങ്ങനെ മരിച്ചുപോയ, അതായത് പ്രത്യേക സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട, പുരോഹിതകരങ്ങളാൽ കൊല്ലപ്പെട്ട ഒരു കന്യാസ്ത്രീ, അവളെ കൊണ്ട് കള്ളം പറയിക്കണമെങ്കിൽ ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന എമണ്ടൻ കള്ളം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ശുദ്ധീകരണ സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ അത് പറ്റിയതിന് ഈ അശുദ്ധി, ആ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നാണ് അശുദ്ധി ഇങ്ങോട്ട് വമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് കത്തോലിക്ക സഭയുടെ മാന്യത. അപ്പോൾ അവിടെ ശുദ്ധീകരണ സ്ഥലത്തിരിക്കുന്ന അഭയയുടെ ആത്മാവിനെ ഇങ്ങോട്ട് വിളിച്ചിറക്കി നായിക്കാമ്പറമ്പിന്റെ വായിലോട്ട് ചില വാക്കുകൾ ഇട്ടുകൊടുത്ത് അദ്ദേഹം ഇങ്ങോട്ട് വിളമ്പുകയാണ്. പച്ചക്കള്ളം, നട്ടാൽ പൊരുക്കാത്ത നുണ, ഇതാണ് വിശുദ്ധി. ഇത് യേശുവിൻ്റെ പേരിലാണല്ലോ എന്നോർക്കുമ്പോൾ മാത്രമാണ് അത് അസഹനീയമായി തീർന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ദയവായി മനസ്സിലാക്കുക. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആകെത്തുക എന്നൊരു കത്തോലിക്കൻ വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വാസ്തവത്തിൽ നമ്മുടെ ചങ്ക് പൊളിയേണ്ട ഒരു അവസ്ഥയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അതിനെപ്പറ്റി നമുക്ക് അല്പം ബോധമുണ്ടാകണം, അതിനെപ്പറ്റി ചിന്തയുണ്ടാകണം, അതിനെപ്പറ്റിയുള്ള വേദന നമ്മുടെ ഹൃദയത്തിൽ നിറയണം എന്ന ഏക ഉദ്ദേശം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അപഹാസ്യമായ, മറ്റേത് വിധത്തിൽ നോക്കിയെങ്കിലും അപഹാസ്യമായ ഈ ഒരു പ്രതികരണത്തെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇതിനകത്ത് വെളിപ്പെടുത്താത്തത് സന്തോഷം. കാരണം ലോകത്തിൽ 2 കാലം നടക്കുന്ന ഒരു വ്യക്തിയും ഇപ്രകാരം മണ്ടത്തരം വിളിച്ച് പറയാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള വെറും പൊട്ടത്തരങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളായി ജനങ്ങളെ പഠിപ്പിക്കുന്ന പുരോഹിതവർഗം ശപിക്കപ്പെട്ടവരാണ്. അവരുടെ നിഴല് വീഴുന്നിടം പോലും ഫലശൂന്യമായി പോകും. അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങളെ തന്നെ സംരക്ഷിച്ചുകൊള്ളുകയും സത്യവും ജീവനുമായ യേശുവിൻ്റെ പേരിൽ ഇപ്രകാരമുള്ള അസത്യങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് അതുകൊണ്ട് ഒരു സഭയുടെ നിലനിൽപ്പ് സുനിശ്ചിതമാക്കാമെന്ന് കരുതുന്ന പുരോഹിത വർഗം മനുഷ്യരാശിക്ക് മുഴുവനും അപമാനമാണ് എന്നത് ആത്യന്തികമായ സത്യമാണ്. പുരോഹിതവർഗം എക്കാലത്തും ഇങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് യേശു അവരെ നോക്കി നിങ്ങൾ വെള്ള തേച്ച് ശവക്കല്ലറുകളെന്ന് പൊതുവായി വിമർശിക്കുവാൻ കാരണമായി തീർന്നത്. അതേ ആശയം ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കത്തോലിക്കരായിക്കൊള്ളട്ടെ, മറ്റുള്ള സഭയിലുള്ള ക്രിസ്ത്യാനികളായിക്കോട്ടെ, അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, വിമിഷ്ടമാണ്. അത് സത്യം പറയാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ക്ഷമിക്കണം. ഇങ്ങനെ ആളുകളെ ആകപ്പാടെ അന്ധകാരത്തിൻ്റെ അടിവുകളായി കെട്ടി കാലും കൈയും കെട്ടിയിട്ട് അവരെ ചൂഷണം ചെയ്യുന്ന ഈ വർഗം കൊള്ളക്കാരേക്കാൾ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞ വേശ്യമാരേക്കാൾ അപലപനീയമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് ദയവായി തിരിച്ചറിയണം എന്ന് ഏവരോടും അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.